ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇവരെ രണ്ടാളെയും കൂടി ഒന്ന് സൈസ് ആക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ രണ്ട് മീനിനെയും നമ്മളിത് അവിടെ നന്നായി സൈഡൊക്കെ എടുത്തിട്ട് നന്നായി തോല് പൊളിക്കുന്നുണ്ട്. ഈ മീൻ എന്താണെന്ന് വെച്ചാൽ ഈ മീനാണ് നെയ്ച്ചൂര. 2-3 സൈസൊക്കെ ചൂരുണ്ട്. അതിൽ നെയ്യുള്ള ചൂരയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവരെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു അച്ചാറിടാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് 5 മാസം കഴിഞ്ഞ് ഇപ്പോൾ ലീവ് കഴിഞ്ഞ് ഗൾഫ് പോവാണ്. പോവണ അന്നേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചൂരമീൻ അച്ചാറിടാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഇതിൽ ഓടിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ചോദിക്കും മീൻ എങ്ങനെ മുള്ളില്ലാതെ കിട്ടല്, മുള്ളില്ലാതെ എങ്ങനെ മുറിച്ചെടുക്കല് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഈ അച്ചാറൊക്കെ കൂട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കല്. ആദ്യം മീനിൻ്റെ 2 സൈഡ് എടുക്കുക, എന്നിട്ട് കഴുത്തിൻ്റെ അവിടെ ഒരു വെട്ട് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ തോല് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഈ പണിക്കാർക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അത് എളുപ്പമായിട്ട് ചെയ്തെടുക്കും. നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. ഈ അച്ചാർ, ചൂരമീൻ അച്ചാർ ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്. ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യത്തേതിൽ തന്നെ. പിന്നെ ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് തൻ്റെ സ്നേഹിതനും പറഞ്ഞിരുന്നു ആ അച്ചാറും ഇങ്ങോട്ട് പോന്നോട്ടേന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പോകുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ നമ്മൾ ചാലിയം പോയിട്ടാണ് കേട്ടോ ഈ ഒരു മീൻ കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഫാമിലിയിൽ മീൻ, കടുക്ക, പിന്നെ ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ചാലിയത്ത് പോവേണ്ട ഒരു ഇതേ ഉള്ളൂ. നമ്മളെ മൂത്തമ്മാൻ്റെ മക്കളും മരുമക്കളും ഒക്കെ മീനിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് മീൻ എത്തിച്ചു തരും കേട്ടോ. അങ്ങനെ അവിടെ പോയി കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അതിൻ്റെ മുള്ളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് അച്ചാറിന് മീൻ കട്ട് ചെയ്യൽ. ഒറ്റ മുള്ളുണ്ടായിട്ടില്ല, എല്ലാ മുള്ളും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുള്ള് കാര്യങ്ങളൊക്കെ ചെറുതായി മുറിച്ചിട്ട് നമ്മൾ മുളകിട്ടിരുന്നു. രാവിലത്തേക്ക് കറിക്ക്, ഉച്ചക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ തല വെച്ചിട്ടൊക്കെ മുളകിട്ടത്. അങ്ങനെ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഉറ്റിച്ചിട്ട് ഞാനിത് ഒന്ന് മസാല പുരട്ടി വെക്കും കേട്ടോ. ഇതിലിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മസാല പുരട്ടി വെച്ച വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ വീട്ടിൽ ആൾ വന്നു, ആ ശ്രദ്ധയിലൊക്കെ ആയിപ്പോയിട്ടോ. വീഡിയോൻ്റെ ഓർമ്മ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ മീൻ പൊരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാനുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ആദ്യത്തെ വാക്ക് പൊരിച്ചിട്ടുണ്ട്, ബാക്കിയും കൂടി പൊരിച്ചതാ ചട്ടിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട് അച്ചാറിടാൻ നല്ലെണ്ണയാണ് നല്ലത്. അങ്ങനെ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ കടുകാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക്
നന്നായി പൊട്ടി വരുന്നുണ്ട്. ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ആയതുകൊണ്ട് തന്നെ പതപ്പത ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ആദ്യം പേടിച്ചിരുന്നു ഇതെന്താ പതക്കണത് എന്നൊക്കെ. പക്ഷെ അപ്പം എല്ലാവരും പറഞ്ഞു നല്ലെണ്ണ പതക്കും, ചൂടായി കഴിഞ്ഞാൽ അതിങ്ങനെ പതച്ച് വരും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നന്നായി കൊത്തി അരിഞ്ഞു വെച്ചിരുന്നു ഇഞ്ചി. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരോട് സംസാരിക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടി ആയപ്പോഴേക്കും ഞാൻ മറന്നു പോയതാണ് ഓരോന്നും. അങ്ങനെ ഇതാ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഒരു വിധം ഒന്ന് വാടി വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് എരിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് എത്ര വേണമെങ്കിലും മസാല ഒക്കെ കായൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിലും അതിട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഇതാ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അതിലുള്ള സ്പൂണാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞ് സ്പൂണ് 2 സ്പൂണായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായം, സാമ്പാർ കായം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ തീർച്ചയായിട്ടും ഇടണം, ഇതാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവ, കടുക് വറുത്ത് പൊടിച്ചതും, പിന്നെ അതിൽ ചെറുതായിട്ട് എൻ്റെ ഒരു മസാലക്കൂട്ടും ഉണ്ട് കേട്ടോ. അത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് എൻ്റെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു മസാലക്കൂട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇനി നമുക്കതിലേക്ക് ആദ്യമായി കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കട്ട കുത്താതെ ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശമൊക്കെ മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച്, ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ, അങ്ങനെ ഞാനിതാ 3 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇട്ടാൽ മതി, നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ. അച്ചാറാണ്, പെട്ടെന്ന് ഉപ്പ് ഏറാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇതാ ഞാൻ പൊരിച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിട്ടിട്ട് ഇതാ നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം അതിലേക്ക് സുർക്കൊക്കെ പോരായി ഉണ്ടോ എന്നൊക്കെ നോക്കണം. പോരായി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കണം, എല്ലാം നോക്കി ടേസ്റ്റ് നോക്കി പാകമായിട്ട് നമുക്കത് അടുപ്പത്ത് നിന്നും വാങ്ങി വെക്കാം. ഇതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ ഒരു ആണി ശർക്കര, അതായത് ഒരു കഷ്ണം ശർക്കര, കച്ചറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിളപ്പിച്ചിട്ട് അതിൻ്റെ പാനി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എനിക്ക് തോന്നി ഇവിടുത്തെ ശർക്കരയ്ക്ക് കുറച്ചെന്തോ ഒരു കളർ വ്യത്യാസം ഉണ്ട് എന്ന് തോന്നി. അങ്ങനെ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. അപ്പം എല്ലാവരും അത് മറക്കരുത്. ശർക്കര
ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതായത് നല്ല വൃത്തിയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ട അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇവിടെ വൃത്തിയില്ലാന്നൊരു തോന്നൽ, ഒരു കറുത്ത കളറൊക്കെ കണ്ടപ്പോൾ ഞാനത് ഉരുക്കി മെൽറ്റാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ ശരി, ഓക്കേ.